മികച്ച സംവിധായകൻ ചിദംബരം നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ചിദംബരം, ഗുഡ് ഈവനിംഗ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് മഞ്ഞുമ്മൽ ബോയ്സ് എൻറ്റയർ ടീമിന്. 10 അവാർഡുകൾ പ്രതീക്ഷിച്ചിരുന്നോ? മികച്ച ചിത്രവും സംവിധായകനും അടക്കം ഒരു 5 എണ്ണം വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാറ്റഗറി വെക്കാം. പക്ഷേ ഇത് 10 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. 10 എണ്ണം പ്രതീക്ഷിച്ചിട്ടില്ല, അത്യാവശ്യം പ്രതീക്ഷിച്ചില്ല. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത് വളരെ നന്ദി ജൂറിക്കും അവാർഡ് കമ്മിറ്റിക്കും. ഇതിനൊരു 2ാം ഭാഗം ഉണ്ടാകുമോ? ബോയ്സിനെ വീണ്ടും ഇറക്കുമോ? കാരണം സൂപ്പർ ബോയ്സ് ആണ്. അവര് മര്യാദയ്ക്ക് ജീവിക്കണം എന്നാണ്. ഇനി പോയി 2ാം ഭാഗം ഉണ്ടാക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. നമ്മള് വിജയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ചോദിക്കുമല്ലോ, ഇതിനൊരു സീക്വൽ ഉണ്ടാകുമോ, സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നൊക്കെ. ഇല്ല, അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. ഇനി അവര് മര്യാദയ്ക്ക് ഇരിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ നേരത്തെ നമ്മുടെ റിപ്പോർട്ടറോട് ചോദിക്കുകയായിരുന്നു, ആ സിനിമയിലെ ഡയലോഗ് പോലെ ലൂസ് അടിക്കട എന്ന് പറഞ്ഞ് ചിദംബരം അങ്ങ് വലിച്ചു. അപ്പോൾ ടീം മൊത്തത്തിൽ ഒരു 10 അവാർഡും അടിച്ചെടുത്തിങ്ങ് വന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്തായാലും എല്ലാത്തിനും ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര അവാർഡ്സ്. പക്ഷെ എല്ലാ ടെക്നീഷ്യൻസും ദേ ഡിസേർവ് ഇറ്റ്. കാരണം അവർ അത്രയും ഒരു ഫുൾ എഫേർട്ടും and more than what I expected they have given me. So അതുകൊണ്ട് എന്തായാലും they all deserve it and all the other winners also. ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു, അതിൽ തന്നെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം, അത് വ്യക്തിപരമായ ഒരു സന്തോഷവും നൽകുന്നില്ലേ? വലിയ മത്സരമായിരുന്നു. തീർച്ചയായും അത് വളരെ നല്ലൊരു നല്ലൊരു സന്തോഷമുണ്ട്. അടുത്ത സിനിമ ചെയ്യാനുള്ള, ഇനിയും സിനിമകൾ ചെയ്യാനുള്ള വലിയൊരു പ്രോത്സാഹനം കൂടിയാണ്. ഇനി മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആ ഒരു ക്യാപ്റ്റനിൽ നിന്ന് അടുത്തതായി മലയാളിക്ക് പ്രതീക്ഷിക്കാവുന്നത് ഏത് തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും? അത് നമുക്ക് സിനിമകള് നമുക്കത് വരുമ്പോ കാണാന്നുള്ളതാണ്. നമുക്കത് എല്ലാം എന്തായാലും ഒരു ചെറിയൊരു സിനിമയാണ്, എല്ലാം പുതുമുഖങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ബാലൻ. അതിന്റെ ഷൂട്ടിംഗ് ഏകദേശം ഇപ്പൊ തീരാറായി. അതിപ്പോ എന്തായാലും അടുത്ത വർഷം റിലീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട്, ഇതൊരു തുടക്കം മാത്രമാണല്ലോ, ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ ചിദംബരത്തിനും. ഒപ്പം തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 9 പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ആ എൻ്റെ ടീമിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു.